വ്യത്യസ്തങ്ങളായ കുസൃതി ചോദ്യങ്ങളുമായാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തുന്നത്. വ്യത്യസ്തമെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കുമല്ലോ അല്ലേ? അതെ, ഞങ്ങളല്ല, ഞാനാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡിയാക്കി ഇങ്ങനെ എത്തുന്നത്. പന്തിപക്ഷം കാണിക്കുന്നത് മോശം. താങ്കൾ എൻ്റെ അടുത്ത് അങ്ങനെ തന്നെയല്ലോ എന്നും കാണിക്കുന്നത്. എന്താ കാണിക്കും? എന്തോ പോട്ടെ, എന്തോ ആയിക്കോട്ടെ. VMTVയുടെ കിങ് ഓഫ് ദ ഡേ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. നിങ്ങൾക്ക് 10 കുസൃതി ചോദ്യങ്ങളാണ് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് തെറ്റുകൂടാതെ ഉത്തരം കമൻറ്റ് രേഖപ്പെടുത്തുന്ന ആളിന് ബാലരാമപുരം കൈത്തറിയുടെ അടിപൊളി തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത്. അതെ, ബാലരാമപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന അടിപൊളി തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കാൻ. അതെ, എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കാം. അതിനു മുൻപ് ഞാൻ 10 ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ 10 ക്വസ്റ്റ്യനും ശരി ഉത്തരം കമൻറ്റ് വഴി നൽകുന്നതോടൊപ്പം നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി ഓരോ ചോദ്യത്തോടൊപ്പമോ അല്ലാതെയോ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടിപൊളി ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരട്ടെ. സുഖത്തിലും ദുഃഖത്തിലും പൊതുവായുള്ളത് എന്താണ്? സുഖത്തിലും ദുഃഖത്തിലും പൊതുവായുള്ളത് എന്താണ്? തങ്കപ്പൻ. സുഖത്തിലും ദുഃഖത്തിലും തങ്കപ്പനായിട്ട് എന്ത് ബന്ധം? തങ്കപ്പനും തങ്കപ്പൻ സുഖത്തിലും ദുഃഖത്തിലും പൊതുവായുള്ളത്. ഇതൊരു അക്ഷരമാണ്. സുഖത്തിലുമുണ്ട്, ദുഃഖത്തിലുമുണ്ട്. ആൻസർ എന്തായാലും ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രേക്ഷകർക്ക് ഉത്തരം മനസ്സിലായില്ല. മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. അടിപൊളി തുണിത്തരങ്ങൾ സമ്മാനമായി നേടും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജോൺ എന്ന് പറയുന്ന ഒരാളുടെ അമ്മയ്ക്ക് 3 മക്കളാണുള്ളത്. അതിൽ ആദ്യത്തെ മകന്റെ പേര് ഏപ്രിൽ, രണ്ടാമത്തെ മകന്റെ പേര് മെയ്. അപ്പോൾ മൂന്നാമത്തെ മകന്റെ പേരെന്താണ്? എങ്ങനെ, ഒന്നും കൂടെ പറയൂ ചോദ്യം. ജോണിന്റെ അമ്മയ്ക്ക് 3 മക്കളുണ്ട്. ആദ്യത്തെ മകന്റെ പേര് ഏപ്രിൽ, രണ്ടാമത്തെ മകന്റെ പേര് മെയ്. അപ്പോൾ മൂന്നാമത്തെ മകന്റെ പേരെന്താണ്? ജൂലൈ. ആക്കറിഞ്ഞൂടാ? അല്ല, തെറ്റുത്തരം. എന്തായാലും ഇച്ചിരി ബുദ്ധിയുള്ള പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. അങ്ങനെയെങ്കിൽ മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും. ചോദിച്ച ആളിന് ആ ഒരു സാധനം ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മാന്യ പ്രേക്ഷകർക്ക് അറിയാം. എങ്കിലും ഉത്തരം തെറ്റുകൂടാതെ കമന്റായി രേഖപ്പെടുത്തൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ ചെയ്യുന്ന കാര്യം എന്താണ്? ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ഇച്ചിരി ദിവസങ്ങൾക്ക് മുന്നേ ആ ഒരു സംഭവം കഴിഞ്ഞതേ ഉള്ളൂ. പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ രഹസ്യമായി ചെയ്യുന്ന ഒരു കാര്യം. അതൊക്കെ പരസ്യമായിട്ട് മാന്യ പ്രേക്ഷകരോട് പറയാമോ? ഇത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചത്. താങ്കൾ വേറെ രീതിക്കൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. എന്തായാലും എനിക്കത് മനസ്സിലായില്ല. ഉത്തരം മാന്യ പ്രേക്ഷകരായ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം തന്നെയത്. ഈ ക്വസ്റ്റ്യന് ഒരു കുഴപ്പമില്ല. പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ ചെയ്യുന്ന കാര്യം തന്നെയാണിത്. ഈ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇടയ്ക്ക് ചെയ്തല്ലോ. അത് തന്നെ. എന്തായാലും മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു തെറ്റും വരാതെ കമന്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ആൺകുട്ടികൾ വലത്തേ കൈയിലും പെൺകുട്ടികൾ ഇടത്തേ കൈയിലും വാച്ച് കെട്ടുന്നത് എന്തിനാണ്? മാന്യ പ്രേക്ഷകർക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ആർക്കും ഇഷ്ടമല്ലാത്ത സുഖം എന്താണ്? ആർക്കും ഇഷ്ടമല്ലാത്ത സുഖം. അതിന്റെ ഫ്രണ്ടിൽ ഒരു ഒറ്റ അക്ഷരം കൂടെ ചേർക്കുമ്പോൾ ആ ഒരു ആൻസർ ആവും. അത് ഏറ്റവും ആക്കറിഞ്ഞൂടാ. നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുന്നത് ആർക്കും ഇഷ്ടമല്ല. അതെ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈ സ്ഥാനം അങ്ങോട്ട് മാറുമ്പോൾ പേര് മാറുന്ന ഒരു വസ്തുവുണ്ട്. അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. സ്ഥാനങ്ങൾ മാറുമ്പോൾ നമുക്ക് എല്ലാ പേർക്കും ആ ഒരു സാധനം ഉണ്ട്. പക്ഷേ നമ്മുടെ തലയിലിരിക്കുമ്പോൾ ഒന്ന് പറയും, കയ്യിലിരിക്കുമ്പോൾ ആ ഒരു സാധനം വേറൊന്ന് പേര് പറയും. അങ്ങനെയുള്ളൊരു പേര് നമുക്ക് ജന്മനാ കിട്ടുന്ന സാധനമാണത്. എന്തായാലും അത് പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. കറുത്ത കളറാണ്. തലയിലാണെങ്കിൽ ഓരോരുത്തർ വളരാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. കയ്യിലൊക്കെ ആണെങ്കിൽ ഓരോരുത്തർ എടുത്തു കളയും. അങ്ങനത്തെ ഒരു സാധനം. എന്തായാലും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വലത് കൈയുടെ വശത്തിരിക്കുന്ന ആൾ ഇത് മൊത്തം ഡൈ ആണ് കേട്ടോ. എനിക്ക് ഡൈ ഒന്നുമല്ല, എനിക്ക് ശരിക്കും മുടിയുണ്ട്. ഞാൻ മുകളിലോട്ട് പിടിച്ച് കെട്ടിയേക്കുന്നതാണ് പ്രശ്നം. മനസ്സിലായല്ലോ മാന്യ പ്രേക്ഷകർക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സാധനങ്ങളൊന്നും വയ്ക്കാൻ പറ്റാത്ത ഒരു ടേബിൾ ഉണ്ട്. ഏതാണ് ആ ടേബിൾ? എല്ലാവരും വാച്ചിൽ സമയം നോക്കുന്ന ഒരു ടേബിൾ അല്ലേ?
അല്ല, ഇത് കുട്ടികൾക്ക് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഉത്തരവാണല്ലോ. എക്സാം ടൈമിലേക്ക് കൊടുക്കുന്ന അത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഴുതിക്കൊണ്ടുവരാൻ പറയുന്ന ഇന്ന ടേബിൾ നോക്കി എഴുതിക്കൊണ്ടുവരാൻ പറയുന്ന അതാണല്ലോ തന്നെ. എഴുതി കൊണ്ടുവരാനൊന്നും പറയത്തില്ല, എന്നാലും ഇന്ന സാധനം നോക്കി അത് പഠിച്ചുകൊണ്ട് വരണം എന്ന് പറയുന്ന ഒരു ടൈം. അങ്ങനത്തെ ഒരു ടേബിളാണ്. ഓക്കെ, എന്തായാലും ഉത്തരം മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. തലയിൽ കാൽ വെച്ച് നടക്കുന്ന ഒരു ജീവിയുണ്ട്, ഏതെന്നറിയോ? തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി അത് ഏതാണ്? ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തൊട്ട് കാണിച്ചു തരാം. ഞാൻ വേണമെങ്കിൽ ഇതിൽ നിന്ന് എടുത്ത് കാണിച്ചു വലിയ സാധനങ്ങളുണ്ട്. എന്തായാലും പോട്ടെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഉത്തരം മനസ്സിലായെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു നിറമുണ്ട്. ഈ ഒരു നിറം, ഒരുപാട് നിറങ്ങൾ, പച്ച, നീല, ചുവപ്പ്, ഒരുപാട് നിറങ്ങളുണ്ട്. പക്ഷെ ഈ ഒരു നിറം നമ്മൾ കഴിക്കും, ഒരു ഫ്രൂട്ട്സ്. അത് തന്നെ, അത് വന്നിട്ട് നമ്മുടെ അമേരിക്കൻ ആണെങ്കിൽ 250 രൂപ ഇന്നത്തെ കിലോ, പിന്നെ സാധയാണെങ്കിൽ 100 രൂപയുള്ളൂ കേട്ടോ. എന്തായാലും ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ആളുകളുടെ വായി നോക്കാൻ ബിരുദമെടുത്ത ആളിനെ എന്ത് പറയും? ആളുകളുടെ വായി നോക്കാൻ ബിരുദമെടുത്ത ആളിനെ എന്ത് പറയും? നമുക്ക് എന്തെങ്കിലുമൊക്കെ വായിക്കില് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആളിന്റെ അടുത്ത് പോവാറുണ്ട്. ബിരുദം എടുത്ത ആൾ ഇരിക്കുന്ന ഹോസ്പിറ്റലുകൾ എപ്പോഴും ഹൈടെക് ആയിരിക്കും. ആയിരിക്കും, അത് അത്രേ ഉള്ളൂ. ഡോക്ടർ ഇരിക്കുന്ന സ്ഥലമാണല്ലോ. ആൻസർ പറയാതിരിക്കും, നമ്മൾ പറഞ്ഞ ആൻസറിലോട്ട് വരാം. ഓക്കെ, എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് ഉത്തരം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ, സമ്മാനം നേടൂ. അപ്പോൾ ഇന്നത്തെ 10 രസകരമായ ക്വസ്റ്റ്യൻസും ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. ഇതിന്റെ ആൻസർ കമന്റ് വഴി നൽകുക. കൂടാതെ വീണ്ടും പറയുന്നു, ഫോൺ നമ്പർ കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരുപാട് പേർ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എനിക്ക് സമ്മാനം കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് കമൻ്റൊക്കെ അയച്ചിരുന്നു, എല്ലാത്തിനും കമൻ്റ് അയച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും. ആദ്യത്തെ 5 എപ്പിസോഡ് മാത്രമേ നമ്മൾ ഞെറുക്കെടുത്തുള്ളൂ. ഇനി ഒരു 2-3 എപ്പിസോഡ് ഞങ്ങൾ ഈ സെലക്ഷന് വേണ്ടി ഇടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തായാലും ഓരോ 5 എപ്പിസോഡ് വീതം സെലക്ട് ചെയ്ത ആൾക്കാർക്ക്. അപ്പോൾ അതിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, പലരും ചെയ്യുന്നത് ഒരു ചോദ്യത്തിന് ഉത്തരം കമന്റ് രേഖപ്പെടുത്തും. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 10 ഉത്തരങ്ങൾ തെറ്റുകൂടാതെ കമന്റ് ചെയ്യുന്ന ആളിനെ മാത്രമേ ഞങ്ങൾ ആ ഒരു കിങ് ഓഫ് ഡേ എന്ന ആ ഒരു ദിവസത്തെ രാജാവാര് എന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് 10 ഉത്തരവും തെറ്റുകൂടാതെ കമന്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുകയുള്ളൂ. ആ സമ്മാനം എന്ന് പറഞ്ഞാൽ ബാലരാമപുരം കൈത്തറിയുടെ അതിമനോഹരമായ തുണിത്തരങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം നമ്മുടെ പ്രിയ മലയാളികളായ എല്ലാവരും എല്ലാവരും നെഞ്ചിലേറ്റിയ വിവരം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമാണ്. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു എളിയ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.